നമുക്കറിയാം ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന വലിയ ഒരു സഖ്യം ഇസ്രായേലിനെതിരെ ഗസയ്ക്ക് വേണ്ടി വലിയ പടക്കപ്പലുകളായി അങ്ങോട്ട് വരികയാണ്. അത്തരം വികാരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. പ്രത്യേകിച്ചും UN ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ രാഷ്ട്രം എന്ന പ്രത്യേക വിഷയത്തിൽ തന്നെ പ്രത്യേക സമ്മേളനം നടക്കാനിരിക്കുകയാണ്. ആ സമ്മേളനം ഒരുപക്ഷെ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ലോകം എത്രത്തോളം മാറി എന്നതിൻ്റെ കൃത്യമായ സൂചനയായിരിക്കും. അമേരിക്കയല്ലാത്ത എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. 100-ലധികം വരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫലസ്തീനെ അനുകൂലിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും ഫലസ്തീൻ ഔദ്യോഗികമായ രാഷ്ട്രമായി പ്രഖ്യാപിക്കുമെന്ന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ, ബെൽജിയം അടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്പിലെ പല രാജ്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനം അടക്കം നടക്കാൻ പോകുന്നത് ഈ ഒരു UN ജനറൽ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിലായിരിക്കും. അത്തരം സമ്മേളനങ്ങളെല്ലാം നടക്കുന്നതിന് കുറച്ചുകൂടി ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടാകുന്ന ആക്രമണമായി ഇത് മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഗസയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള പീസ് ടോക്സിന്റെ ഭാവി എന്താണ്? ഈ സംഭവത്തോടു കൂടി ഇസ്രായേൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്യുന്നതാണോ മനസ്സിലാക്കേണ്ടത്? കാരണം സമാധാന ചർച്ചകൾക്ക് വരുന്ന അപ്പുറത്തെ പാർട്ടിയിലുള്ള ആൾക്കാരെ കൊല്ലാൻ തീരുമാനിക്കുക എന്ന് വെച്ചാൽ പിന്നെ ചർച്ചയില്ല എന്നാണല്ലോ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമണത്തോടുകൂടി എന്തായിരിക്കും പീസ് ടോക്സിന് നേതൃത്വം കൊടുക്കുന്ന ഖത്തർ എടുക്കുന്ന നിലപാട്? അതും പ്രധാനമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സമാധാന ചർച്ചകളുടെ ഈ ബന്ധിമോചന കരാർ സാധ്യതകളുടെ ഭാവി എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ പ്രപ്പോസൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ നടപടികളും ഹാൾട്ട് ചെയ്തു. അതിനി സംഭവിക്കില്ല എന്നുള്ള തരത്തിൽ ഖത്തറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. പക്ഷേ ഖത്തർ പൂർണ്ണമായും ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ശക്തി, മധ്യസ്ഥത വഹിക്കുക എന്ന് പറയുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് പവർ പ്രധാനമാണ്. അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് ഖത്തർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ശ്രമങ്ങൾ നടക്കും. പക്ഷേ കാര്യങ്ങളെല്ലാം നെതന്യാഹു വരച്ച വരയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൽ ഇപ്പോൾ ഒരു സംശയവുമില്ല. ട്രംപിന് മാത്രമാണ് ആ പ്ലാൻ മാറ്റി വരയ്ക്കാൻ സാധിക്കുക. ട്രംപ് അതിന് മുതിരുന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ ലോബി, ആ ലോബിക്ക് കീഴടങ്ങിയിട്ടാണ് ഇപ്പോൾ ട്രംപ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതിനനുസൃതമായി മാത്രമേ ഏതൊരു അമേരിക്കൻ പ്രസിഡന്റിനും സഞ്ചരിക്കാൻ കഴിയൂ. എത്ര തന്നെ വലിയ വിപ്ലവമായി രംഗത്ത് വന്നാലും 100 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാലും ആ തരത്തിൽ അതിന് അങ്ങനെ തന്നെ മാത്രമേ ഇസ്രായേൽ ലോബിക്ക് കീഴടങ്ങി മാത്രമേ ഏത് US പ്രസിഡന്റിനും സഞ്ചരിക്കാൻ കഴിയൂ. അതുകൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ വർഷം അവസാനം വരെ, അതായത് ഡിസംബർ വരെ ട്രംപ് നെതന്യാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധം അടുത്ത ഡിസംബറിന് മുമ്പ് അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് കുറേയേറെ ലക്ഷ്യങ്ങൾ നെതന്യാഹു മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് ഗസയെ പൂർണ്ണമായി നശിപ്പിക്കുക, ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുക, അവിടെയുള്ള ആളുകളെ ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുക, അവിടേക്ക് മാത്രം വെള്ളവും ഭക്ഷണവും നൽകുക, ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കയറിയിട്ടുള്ള ആളുകളെയൊന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക, ബാക്കി ആ കോൺസെൻട്രേഷൻ ക്യാമ്പിന് പുറത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കുക. ഇനി ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കുക, അവരെ സ്വീകരിക്കാനുള്ള രാജ്യങ്ങളെ കണ്ടെത്തുക. ഇതാണ് നെതന്യാഹുവിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാനിനനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ മൂർധന്യതയിലെത്തുന്നു. അവിടെയുള്ള മുഴുവൻ ബിൽഡിങ്ങുകളും തകർക്കുന്നു. അവിടെ നിന്ന് ജനങ്ങളെ ആട്ടിയോടിക്കുന്നു. ഈ ആട്ടിയോടിച്ച ജനങ്ങളെ മുഴുവനും അൽമവാസിയിലെയും അതേപോലെ തന്നെ റഫയിലെയും പ്രത്യേക കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റുന്നത്. അവിടെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുടങ്ങാൻ വേണ്ടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അവിടെ അത് തുടങ്ങും. അവിടേക്ക് ജനങ്ങളെ മുഴുവൻ എത്തിക്കും. ബാക്കിയുള്ള എല്ലായിടത്തും ഒരു നരകഭൂമിയെപ്പോലെ ആക്കാനുള്ള പ്ലാൻ എല്ലാം റെഡിയാണ്. കുറേയേറെ റിസർവ് സൈനികരെ അതിനുവേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ, IDF മേധാവികൾ അടക്കം ഈ പ്ലാനിന് എതിരാണ് എങ്കിൽ പോലും അത് നടപ്പിലാക്കിയേ തീരൂ എന്ന് നെതന്യാഹു ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ്. യുദ്ധ ക്യാബിനറ്റ് അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വെടിനിർത്തൽ ചർച്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു ലോക മനസാക്ഷിയെ തണുപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ചില മരുന്നുകളാണ്, അത് ട്രംപ് ഇടുന്ന ചില തന്ത്രങ്ങളാണ് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. അടുത്ത ഈ വർഷം അവസാനം വരെ ഈ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന കൃത്യമായ ഒരു പ്ലാൻ അത് നെതന്യാഹുവിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഹമാസ് ഈ ഒരു പ്രപ്പോസൽ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ പലപ്പോഴും ടെൽ-അവീവിൽ നിന്നും ആളുകൾ ഫ്ലൈറ്റ് കയറി ദോഹയിലേക്ക് എത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, കെയ്റോയിൽ ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുവെങ്കിലും വംശഹത്യയും അതേപോലെ തന്നെ പട്ടിണിക്കൊലയും അതേപോലെ തന്നെ തുടരാനുള്ള പദ്ധതി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ എല്ലാ ആളുകളെയും, മനുഷ്യരെ മുഴുവനും ഹമാസിനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഹമാസ് അല്ല എന്ന് ഉറപ്പുവരുത്തി അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മാറ്റുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതിൻ്റെ പ്രായോഗികത എത്രത്തോളമാണ് എന്നുള്ളതിൽ സംശയമാണെങ്കിലും
ആ പദ്ധതി തന്നെ നടപ്പിലാക്കുക എന്നുള്ളതിനടുത്താണ് ഇപ്പോൾ നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗസ സിറ്റിയിലുള്ള ആക്രമണം അവർ ശക്തമാക്കുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുവെങ്കിലും ഗസ സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 50-ലധികം വരുന്ന ആളുകൾ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ ഗസ സിറ്റിയിലെ പ്രധാനപ്പെട്ട എല്ലാ ബിൽഡിങ്ങുകളും നിരപ്പാക്കി കഴിഞ്ഞു. അവിടെ ജീവനക്കൊതിയുള്ള ആളുകൾ ആരും തന്നെ ഗസ സിറ്റിയിൽ നിൽക്കരുത് എന്ന അവസാനത്തെ ഭീഷണിയും നെതന്യാഹു മുഴക്കി. ഗസക്കെതിരായിട്ടുള്ള ആക്രമണത്തിന്റെ പരമാവധിയിൽ കവിഞ്ഞു പോവുക എന്ന വലിയ പ്ലാൻ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹേൽ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഗസയിൽ നടക്കുന്ന ആക്രമണത്തോട് ആൾക്കാർക്ക് പലതരത്തിലുള്ള സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അറബ് സ്ട്രീറ്റിനുണ്ടായിരുന്നു. പക്ഷേ അതിന് എന്തുമാത്രം വികസിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് ആണല്ലോ. ഗസയിൽ നടക്കുന്ന ഒരു സംഭവം, നമ്മുടെ ഐക്യദാർഢ്യം, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫണ്ട് എന്നീ കാര്യങ്ങളിലൂടെ ഒരു ഘട്ടവും കഴിഞ്ഞ് അവരുടെ വളരെ സേഫ് സോൺ ആയിട്ടുള്ള മേഖലയിലേക്ക് കൂടി ഇസ്രായേൽ കടന്നാക്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീലും ആ പൊളിറ്റിക്കൽ കോസിന് ഉണ്ടാകാൻ പോകുന്ന ഒരു വികാസവും അതിനെക്കുറിച്ച് പറയാമോ? ഇന്നലത്തെ ആക്രമണത്തോടു കൂടി ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി അംബ്രല ഉണ്ടായിരുന്നു. GCC രാഷ്ട്രങ്ങൾക്ക് മുകളിൽ അമേരിക്ക ഉയർത്തിയ ഒരു സുരക്ഷാ മതിലുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു വീണു. ഇനി ഏത് രാജ്യത്തിൻ്റെ GCC രാഷ്ട്രത്തിൻ്റെ ഏത് നഗരത്തിലും അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ബോംബുകൾ വന്ന് വീഴാം എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതോടുകൂടി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും അറബ് നേതാക്കളെക്കാൾ കൂടുതൽ അറബ് ജനത, GCC രാഷ്ട്രങ്ങളിലുള്ള ജനത കുറേയേറെ വലിയ ആശങ്കയിലും അതേപോലെ തന്നെ രോഷത്തിലുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രോഷം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് റിയാദിലും അതേപോലെ തന്നെ ദോഹയിലും എത്തിയ സന്ദർഭത്തിൽ ഈ നേതാക്കൾ ട്രംപിനോട് പറഞ്ഞിട്ടുള്ള ഏക കാര്യം, ഞങ്ങൾ എത്ര തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, അതോടൊപ്പം തന്നെ പലസ്തീൻ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരണം എന്നാണ് ഈ ജനരോഷം മനസ്സിലാക്കി ഈ നേതാക്കൾ ട്രംപിനോട് പറഞ്ഞിട്ടുള്ളത്. ട്രംപ് അത് ഒരാഴ്ചക്കുള്ളിൽ 2 ആഴ്ചക്കുള്ളിലൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയി. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് തങ്ങളുടെ രാജ്യത്ത്, അത് ഫലസ്തീനിൽ മാത്രമല്ല തങ്ങളുടെ രാജ്യത്ത് പോലും ഇസ്രായേലിൻ്റെ ബോംബ് വീഴുന്ന ഫൈറ്റർ ജെറ്റുകൾ എത്തുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അക്കാര്യത്തിൽ അറബ് ജനതയ്ക്കിടയിൽ GCC രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്കിടയിൽ വലിയ ആശങ്കയും അതേപോലെ തന്നെ രോഷവും സങ്കടവുമുണ്ട്. ഈ സങ്കടം അത് ഒരു ഭാഗത്ത് പട്ടിണിക്കോല ഏറ്റവും കൂടുതൽ വ്യാപകമായത് ട്രംപിൻ്റെ ഈ സന്ദർശനത്തിന് ശേഷമാണ്. വംശഹത്യ അതിൻ്റെ ഏറ്റവും മൂർധന്യതയിലെത്തിയത് ഈ ഒരു സന്ദർശനത്തിന് ശേഷമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധിപന്മാരെ ഒപ്പം കൂട്ടുകയും മറുഭാഗത്ത് ഫലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന മഹാപരാധത്തിൻ്റെ തലപ്പത്ത് ട്രംപാണുള്ളത് എന്നൊരു വികാരം എല്ലാ അറബ് സമൂഹത്തിനുമുണ്ട്. ആ അറബ് സമൂഹത്തിൻ്റെ ഒരു വികാരം അത് സ്വാഭാവികമായും അറബ് രാഷ്ട്ര തലവന്മാർക്കും ഏറ്റെടുക്കേണ്ടി വരും. അതെങ്ങനെയാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഇനി GCC രാഷ്ട്രങ്ങളുടെ ഉച്ചകോടികളും അതേപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയും എല്ലാം അടുത്ത് തന്നെ സംഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അവർ ഉയർത്തുന്ന ഒരു വികാരം സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ അത്തരം വികാരങ്ങളെ അപ്രസക്തമാക്കി പ്രവർത്തിക്കാൻ ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേലിനും കഴിയുന്നു എന്നുള്ളതാണ് പുതിയ ലോകക്രമം.